നമസ്കാരം. ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൻ്റെ ഓരോ ദിവസത്തിനും ഓരോ കഥ പറയാനുണ്ട്. ഇന്ന് മെയ് 22. ലോക ചരിത്രത്തിലെ വ്യത്യസ്തമായ ചില ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 3 സുപ്രധാന സംഭവങ്ങൾ ഇന്ന് പറയാം. ആദ്യം നമ്മൾ ഓർക്കുന്നത് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജാറാം മോഹൻ റോയിയെയാണ്. 1772 മെയ് 22 ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന് വലിയ സംഭാവനകളാണ് നൽകിയത്. പ്രത്യേകിച്ചും സതി പോലുള്ള ക്രൂരമായ ആചാരങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്നും നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു ചരിത്രപാഠമാണ്. ഇനി നമ്മൾ വരുന്നത് സമുദ്രയാത്രയുടെ ചരിത്രത്തിലേക്കാണ്. 1819 മെയ് 22 സാവന്ന എന്ന ആവിക്കപ്പൽ അമേരിക്കയിലെ ജോർജിയയിലുള്ള സാവന്ന തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചു. അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന ആദ്യത്തെ ആവിക്കപ്പലായിരുന്നു അത്. അമേരിക്കയിലെ ജോർജിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ലിവർപൂളിലേക്കായിരുന്നു ഈ ചരിത്രപരമായ യാത്ര. കേവലം കാറ്റിനെ ആശ്രയിക്കാതെ ആവിയന്ത്രത്തിന്റെ കരുത്തിൽ വലിയൊരു സമുദ്രം താണ്ടാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ യാത്ര ആധുനിക കപ്പൽ ഗതാഗതത്തിന് പുതിയ വാതിലുകളാണ് തുറന്നുകൊടുത്തത്. അവസാനമായി ഇംഗ്ലണ്ടിലെ അധികാര ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന റോസാപ്പൂക്കളുടെ യുദ്ധം അല്ലെങ്കിൽ വാർ ഓഫ് ദ റോസസ് എന്ന ചരിത്രഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. 1455 മെയ് 22 ഈ യുദ്ധപരമ്പരയുടെ ഒരു നിർണായക തുടക്കം കുറിക്കപ്പെട്ടു. യോർക്ക് വംശവും ലങ്കാഷർ വംശവും തമ്മിലുള്ള ഈ അധികാര വടംവലി ഇംഗ്ലണ്ടിന്റെ ഭൂപടത്തെയും ഭരണത്തെയും വലിയ തോതിൽ സ്വാധീനിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജകീയ പോരാട്ടങ്ങളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. ഈ യുദ്ധത്തിലെ ഒരു പ്രധാന കൗതുകം എന്തെന്നാൽ ഈ രണ്ട് വിഭാഗം ആളുകളും അവരുടെ യുദ്ധത്തിനുപയോഗിച്ച പതാകകളിൽ ഉപയോഗിച്ചിരുന്നത് റോസാപ്പൂക്കളുടെ ചിഹ്നങ്ങളായിരുന്നു. ലങ്കാസ്റ്റർ കുടുംബത്തിൻ്റേത് ചുവന്ന റോസാപ്പൂക്കളുടെ ചിഹ്നവും യോർക്ക് കുടുംബത്തിൻ്റേത് വെളുത്ത റോസാപ്പൂവിൻ്റെ ചിഹ്നവുമായിരുന്നു. ശേഷം യുദ്ധം വിജയിച്ച ലങ്കാസ്റ്റർ കുടുംബത്തിലെ ഹെൻറി ഏഴാമൻ യോർക്ക് കുടുംബത്തിലെ രാജകുമാരിയെ വിവാഹം കഴിച്ചു എന്നതും ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ്. നവോത്ഥാനത്തിന്റെ ചിന്തകൻ, സമുദ്രയാത്രയുടെ പുതിയ വഴിത്താരകൾ, രാജകീയ പോരാട്ടങ്ങളുടെ തുടക്കം, ഈ 3 സംഭവങ്ങളും ചേർത്ത് വെക്കുമ്പോൾ മെയ് 22 എന്ന തീയതിക്ക് ചരിത്രത്തിൽ എത്ര വലിയ പ്രസക്തിയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രവും ഈ ചാനലിലെ അവതരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ.